പണ്ട് ഞാൻ ഞങ്ങളുടെ ഓഫീസിലെ റിക്രിയേഷൻ ക്ലബിൻ്റെ സെക്രട്ടറി ആയിരുന്നപ്പോഴേ ഞാൻ കുറേ സിനിമകളിലൊക്കെ വിധേയനൊക്കെ അഭിനയിച്ചതിന് ശേഷമാണ് ഒരു ഡയറക്ടറെ, ഒരു കുടുംബ ചിത്രങ്ങളുടെ ഡയറക്ടറെ, ഞാൻ പേര് പറയുന്നില്ല, ഞങ്ങളുടെ ഓഫീസിലെ ഒരു ഫംഗ്ഷന്, റിക്രിയേഷൻ ക്ലബിൻ്റെ ഒരു ഫംഗ്ഷന് ഗസ്റ്റായിട്ട് വിളിച്ചുകൊണ്ട് സംസാരിക്കാനായിട്ട്. അപ്പോൾ അദ്ദേഹം നന്നായിട്ട് സംസാരിക്കുന്ന ആളാണ്, നന്നായിട്ട് എഴുതുന്ന ആളാണ്, നന്നായിട്ട് സിനിമ എടുക്കുന്ന ആളാണ്. അദ്ദേഹം സംസാരിക്കുന്ന കൂട്ടത്തിൽ പറഞ്ഞു, നിങ്ങളൊക്കെ ഭാഗ്യവാന്മാരാണ്, ഇതുപോലുള്ളൊരു നല്ല നടൻ നിങ്ങളുടെ കൂടെ ഉണ്ട് എന്നുള്ളതിൽ നിങ്ങൾ ഭാഗ്യവാന്മാരാണ്. പക്ഷെ ഒരു കാര്യം, ഇത് എം.ആർ. ഗോപകുമാറിനെ പോലുള്ള ഒരു നല്ല നടനെ നമുക്ക് കമേഴ്ഷ്യൽ സിനിമയിൽ അഭിനയിപ്പിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അത് അന്ന് പുള്ളി ചോദിച്ച ചോദ്യവും ഏതാണ്ട് ശരിയായിരുന്നു. അന്ന് എനിക്ക് കമേഴ്ഷ്യൽ സിനിമയിൽ അങ്ങനെ ഒരു ഇതില്ലാതിരുന്ന സമയമാണ്. പക്ഷേ അതിനൊരു മറുപടിയാണ് കമേഴ്ഷ്യൽ സിനിമയിലെ ഏറ്റവും ആദ്യത്തെ 100 കോടി ക്ലബ്ബിൽ കയറിയ പുലിമുരുകൻ എന്ന് പറയുന്ന സിനിമ. വിധേയൻ എങ്ങനെയാണോ ഒരു ആർട്ട് സിനിമ എന്നുള്ള നിലയ്ക്ക് ആ സിനിമയുടെ ഉന്നത ശ്രേണിയിൽ നിൽക്കുന്നത്, അതുപോലെ കച്ചവട സിനിമയുടെ ഉന്നത ശ്രേണിയിൽ നിൽക്കുന്ന ഒരു സിനിമയാണ് പുലിമുരുകൻ. മോഹൻലാലുമായിട്ട് ഞാൻ അതിന് മുമ്പ് 2-3 സിനിമ ചെയ്തിട്ടുണ്ട്. മാടമ്പി, മഹാസമുദ്രമൊക്കെ ചെയ്തിട്ടുണ്ട്. ഈ പുലിമുരുകനിലെ ഈ പറഞ്ഞ പോലെ എന്നെ ആദ്യം വിളിക്കുന്നത് ചെറിയ അതിലൊരു മൂപ്പൻ്റെ വേഷമുണ്ട്, 3 ദിവസത്തെ വർക്ക് മറ്റോ ഉണ്ട് എന്നിട്ട് പറഞ്ഞിട്ടാണ്. ഞാൻ പോയി ആദ്യത്തെ ദിവസം അഭിനയിച്ച് രണ്ടാമത് പോയപ്പോൾ പറഞ്ഞു, അത് നമുക്ക് ഈ ക്യാരക്ടർ ഒന്നുകൂടെ വലുതാക്കാൻ ആക്കുകയാണ്, ഈ മോഹൻലാലിനെ കുറിച്ചെല്ലാം പറയുന്നത് ഈ ക്യാരക്ടറിലൂടെ ആക്കുകയാണ് എന്ന് പറഞ്ഞു. അങ്ങനെ ഈ ക്യാരക്ടർ വലുതായി. ഇതൊരു 10-13 ദിവസത്തെ വർക്ക് ചെയ്തു. ആ സിനിമയൊക്കെ ചെയ്യുമ്പോൾ ശരിക്കും പേടിയായിരുന്നു. കാരണം അന്ന് 3 കോടി ഒക്കെ സിനിമ എടുത്തുകൊണ്ടിരുന്ന സമയത്താണ് ഇത് 20 കോടിയായി അന്നത്തെ കാലത്ത്. ഇതെങ്ങനെ ഈ മുതലാക്കും എന്നുള്ളത് ഒരു പിടിയില്ലാതിരുന്ന് നമുക്കൊക്കെ ശരിക്കും പ്രയാസമുണ്ടായിരുന്നു. ഇത് ഒരു കൺഫ്യൂഷനായിരുന്നു, ഇതെങ്ങനെ ഇത് മുതലാക്കും. പക്ഷേ എന്തോ ഭാഗ്യം കൊണ്ട് മലയാള സിനിമയിൽ 100 കോടി ക്ലബ്ബിൽ ആദ്യമായിട്ട് കയറിയ സിനിമയാണ് പുലിമുരുകൻ. അതിൽ മോഹൻലാലിൻ്റെ പെർഫോമൻസ്, മോഹൻലാലിനെ കുറിച്ചുള്ള മോഹൻലാലിനെ എനിക്ക് മോഹൻലാൽ നടനാവും മുമ്പേ എനിക്കറിയാം. മോഹൻലാൽ 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തൊട്ട് മോഹൻലാലിനെ എനിക്കറിയാം. മോഹൻലാൽ താമസിച്ചിരുന്നത് മുടവൻമുകൾ എന്ന് പറയുന്ന സ്ഥലത്താണ്. എൻ്റെ വൈഫിൻ്റെ വീട് മോഹൻലാലിൻ്റെ വീടും കഴിഞ്ഞ് കുറച്ചുകൂടെ അങ്ങോട്ട് പോകണം. അപ്പോൾ ഞാൻ കല്യാണം കഴിഞ്ഞ ഇടയ്ക്ക്, എൻ്റെ മാരേജ് കഴിഞ്ഞ ഇടയ്ക്ക് ഞാൻ കുറച്ച് ദിവസം ആ മുടവൻമുകളിലാണ് താമസിച്ചിരുന്നത്. അപ്പോൾ എന്നും രാവിലെ ഞാൻ ഓഫീസിൽ പോകാനായിട്ട് വരുമ്പോഴത്തേക്കും ലാല് കോളേജിൽ പോകാൻ, സ്കൂളിൽ പോകാൻ, മോഡൽ സ്കൂളിലായിരുന്നു അന്ന് പഠിച്ചിരുന്നത്, 10ാം ക്ലാസ്സിലായിരുന്നു. സ്കൂളിൽ പോകാൻ ബസ് കയറാൻ വേണ്ടി ആ ബസ് സ്റ്റോപ്പിലുണ്ടാവും. വല്ല മുടിയൊക്കെ നീട്ടി വളർത്തിയ ഒരു പയ്യൻ. പക്ഷേ മോഹൻലാലിൻ്റെ അച്ഛൻ അവിടെ ഭയങ്കര പ്രശസ്തനായിട്ടുള്ള ആളായിരുന്നു. ഗവൺമെൻറ് സെക്രട്ടറി ആയിരുന്നു. ഈ മോഹൻലാൽ എന്ന് പറയുന്ന ആളൊരു നടനാവുന്നൊന്ന് നമ്മൾ ഒരു സ്വപ്നത്തിൽ പോലും കരുതിയിരുന്നതല്ല. ഇതെങ്ങനെ നടനായി എന്നുള്ളതാണ്. ഈ മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ കാണുമ്പോൾ പോലും ഇതെന്താ, ഇതാണോ, ഇത് നടൻ, ഇങ്ങനെയാണോ നടനാവേണ്ടത്, ഇതാണോ നടൻ എന്നൊക്കെ നമുക്ക് തോന്നിപ്പോകുന്ന ഒരു രീതിയായിരുന്നു. പക്ഷേ പിന്നീട് ഈ നടൻ ഈ സ്വന്തം അഭിനയത്തിൻ്റെ ആ ശൈലി മറ്റുള്ളവരെ കൊണ്ട് അംഗീകരിപ്പിച്ചെടുത്തു. അതൊരു വല്ലാത്ത കഴിവാണ്. ഈ മോഹൻലാൽ ടേക്കിന് തൊട്ട് മുമ്പ് വരെ അടിപൊളി തമാശം വിറ്റും തെറിയുമൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരിക്കും. പക്ഷേ ഈ ആക്ഷൻ എന്ന് പറഞ്ഞു കഴിയുമ്പോൾ ഇയാൾ മാറും. അതൊരു ഒരു 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 അവിശ്വസനീയമായ ട്രാൻസ്ഫോർമേഷനാണ്, ഒരു ചേഞ്ചാണ്, ഒരു മാറ്റമാണ് ആ നടനിൽ കാണുന്നത്. ഞാനിത് പുള്ളിയുടെ നേരിട്ടും പറഞ്ഞിട്ടുണ്ട്, പുള്ളിയെക്കുറിച്ചുള്ള പ്രോഗ്രാമിൽ, പുള്ളി വെച്ച് അമൃത TV ചെയ്ത പ്രോഗ്രാമിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്.
ഇതൊരു അതിശയിപ്പിക്കുന്ന ഒരു പെർഫോമൻസാണ്. കാരണം അതുവരെ കളിയും തമാശയൊക്കെ പറഞ്ഞാൽ അത് മാറി, ആ ആക്ഷൻ പറഞ്ഞു കഴിയുമ്പോഴത്തേക്കും ഈ മുഖഭാവം മാറി, സ്വഭാവം മാറി, പെർഫോമൻസ് മാറി. അതൊരു അസാമാന്യമായ കഴിവാണ്. നമ്മളെ എന്നെ അതിശയിപ്പിക്കുന്ന നടന്മാർ വളരെ കുറവാണ്. പക്ഷേ എന്നെ അതിശയിപ്പിക്കുന്ന ഒരു നടനാണ് മോഹൻലാൽ. ഇന്ന് മെയ് 10 തീയതിയാണ്. മെയ് 11 ഞാനും മോഹൻലാലും കൂടെ അഭിനയിക്കുന്ന ഒരു റേഡിയോ നാടകം സംപ്രേഷണം ചെയ്യുന്നുണ്ട്. ദൈവത്തിൻ മനം ആരറിഞ്ഞു എന്നാണ് അതിൻ്റെ പേര്. അപ്പം ഞാൻ ഇത് വരുമ്പോഴത്തേക്കും അത് ടെലികാസ്റ്റ് ചെയ്തിട്ടുണ്ടാവും. എന്നാലും പറയുകയാണ്, എൻ്റെ പോർഷൻ ആദ്യം എടുത്തിട്ട് അത് മോഹൻലാലിന് അയച്ചു കൊടുത്തു. മോഹൻലാൽ അതൊക്കെ കേട്ടിട്ട് സ്ക്രിപ്റ്റും വായിച്ചിട്ട് പുള്ളി വന്നിട്ട് അത് റെക്കോർഡ് ചെയ്തിട്ട് എന്നെ വിളിച്ച് പറഞ്ഞു, റെക്കോർഡ് ചെയ്തിട്ടുണ്ട്, ചേട്ടനെടുത്തത് നന്നായിട്ടുണ്ട്, നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ട്. പുലിമുരുകൻ അതിൻ്റെ ലൊക്കേഷൻ നമ്മളെ പെരുമ്പാവൂരിനപ്പുറത്ത് തട്ടേക്കാട് എന്നൊരു സ്ഥലമുണ്ട്, ഒരു പക്ഷി സങ്കേതമൊക്കെ ഉള്ളൊരു സ്ഥലം. അവിടെ നിന്ന് ഒരു 8 കിലോമീറ്റർ കാട്ടിൻ്റെ ഉള്ളിലേക്ക് പോകണം. ഈ തട്ടേക്കാടിൻ്റെ അവിടെ വരെ നമ്മുടെ കാറൊക്കെ പോവുള്ളൂ. പിന്നെ അവിടെ നിന്ന് മറ്റേ 4 വീൽ ഡ്രൈവുള്ള ജീപ്പേ പോവുള്ളൂ. പൂയംകുട്ടി പ്രോജക്റ്റ്, ഒരു ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്റ്റിൻ്റെ സർവേ ഒക്കെ നടന്നതാണ്. പിന്നെ അത് ഈ പരിസ്ഥിതി പ്രവർത്തകരുടെയൊക്കെ പ്രശ്നം കാരണം ആ പ്രോജക്റ്റ് നടന്നില്ല. പക്ഷേ അവർ ആ സർവേക്ക് വേണ്ടി കെട്ടിയ 1-2 ഷെഡുകളൊക്കെ അവിടെ ഉണ്ട് ഇപ്പോഴും. അപ്പോൾ ഞങ്ങൾ ഇരിക്കാനൊക്കെ ആ ഷെഡൊക്കെയാണ് ഉപയോഗിച്ചത്. അതായത് ഇവിടെ നിന്ന് അങ്ങോട്ട് പിന്നെ ഈ ജീപ്പിൽ പോയി അത് തട്ടേക്കാട് വരെ കാറിൽ പോയിട്ട് അവിടെ നിന്ന് പിന്നെ ജീപ്പിൽ കയറി ഒരു 5-6 കിലോമീറ്റർ ഉള്ളിൽ പോയി ഇത് ശരിക്കും ദിവസവും ആന ഇറങ്ങുന്ന സ്ഥലമാണ്. അപ്പോൾ രാവിലെ നമ്മൾ പോവും, വൈകുന്നേരം അതിന് മുമ്പ് തന്നെ ആന പല പ്രാവശ്യം ഈ ഫുഡ് വണ്ടിയുടെ പുറകെയൊക്കെ ആന ഓടിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാ ദിവസവും ആന ഇറങ്ങുന്ന സ്ഥലമായതുകൊണ്ട് 5 മണിക്ക് ശേഷം എന്തായാലും അവിടെ ഷൂട്ട് ചെയ്യാൻ സമ്മതിക്കില്ല. 5 മണിയാകുമ്പോൾ ഇറങ്ങണം. 5-5:30 ആകുമ്പോൾ എല്ലാവരും ഇറങ്ങും. അവിടെ സെറ്റിട്ടാണ് അത് ചെയ്തത്. ആ പാറയിലെ കുറേ ഭാഗം ഒറിജിനൽ പാറയും കുറേ ഭാഗമൊക്കെ സെറ്റിട്ട പാറയുമാണ്. അത് കണ്ടാൽ അറിയില്ല, അത്ര വിദഗ്ധമായിട്ട് അത് ചെയ്തിട്ടുണ്ട്. പാറ എന്ന് പറയുന്നത് തന്നെ ഈ വെള്ളം ഒഴുകി, ശരിക്കും പറഞ്ഞാൽ പണ്ടൊരു വെള്ളപ്പൊക്കത്തിലൊരു കുട്ടിയാന വരെ അതിൽ ഒഴിച്ചു പോയിട്ടുണ്ടെന്നാണ് പറയുന്നത്. അതിൻ്റെ ആനയെ കണ്ടു കിട്ടിയിട്ടില്ല, ആ കുട്ടിയാനെ പോയിട്ട് ആ ആനക്കുട്ടിയെ കിട്ടിയിട്ടില്ല എന്നാണ് പറയുന്നത്. അവിടെയുള്ളവർ പറയുന്നതാണ്. ഈ പാറയിൽ വെള്ളം ഒഴുകി പാറ എന്ന് പറയുന്നത് കണ്ണാടി പോലെ കിടക്കുകയാണ്. ചെറിയൊരു നനവ് വന്നിട്ട് നമ്മൾ ചവിട്ടുമ്പോൾ സ്ലിപ്പായി പോകും. അങ്ങനെയുള്ള സ്ഥലത്ത് നിന്നാണ് ഈ മോഹൻലാൽ ആ ഫൈറ്റൊക്കെ ചെയ്തത്. ഭയങ്കര റിസ്ക്കാണ് അത്. പിന്നെ എൻ്റെ അറിവിൽ ഡൂപ്പ് ഉപയോഗിച്ചിട്ടില്ല അതിൽ. ആ ഫൈറ്റ് സീക്വൻസ് മൊത്തം പുള്ളി സ്വന്തമായിട്ട് ചെയ്തതാണ്. അപ്പോൾ അവിടെ ഈ പണ്ട് ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെ പൂയംകുട്ടി പ്രോജക്റ്റിന് വേണ്ടി സർവേ നടത്തിയതിൽ ഒരു ഷെഡ് ഇപ്പോഴും അവിടെ ഉണ്ട്. അവിടുത്തെ ഉദ്യോഗസ്ഥന്മാർ പോയി വർക്ക് ചെയ്ത് ആ ഷെഡ് ഇപ്പോഴും അവിടെ ഉണ്ട്. ആ ഷെഡിലാണ് നമ്മൾ മേക്കപ്പ് ചെയ്യുന്നതും ഒക്കെ. ഫുഡ് കുറേ പേരിരുന്ന് ഭക്ഷണം കഴിക്കുന്നതൊക്കെ അതിനകത്തിരുന്നാണ്. കുറച്ച് വലിയ ഷെഡാണ്. അപ്പോൾ ഞാൻ ഒരു ദിവസം അവിടെ നിന്ന് മേക്കപ്പ് ചെയ്തിട്ട് പുറത്തോട്ട് ഇറങ്ങിയപ്പോൾ ആ ചെടിയിൽ ഒരു രാജവെമ്പാല ഇരിക്കുന്നു. ഈ രാജവെമ്പാലയുടെ കാടാണെന്നാണ് പറയുന്നത് അവിടെ. അപ്പോൾ അവിടെ ഈ ഒരു സീക്വൻസിൽ പാമ്പിനെ പിന്നെ ആ വില്ലൻ ഉള്ള ഒരു സീക്വൻസാണ്. അപ്പോൾ പാമ്പ് ആ സീക്വൻസിൽ വേണം. അപ്പോൾ അതിന് പാമ്പിനെ കൊണ്ടുവന്നു. അവർ ഈ സിനിമയിൽ ഉപയോഗിക്കുന്ന പാമ്പിനെ കൊണ്ടുവന്നു. പാമ്പിനെ കൊണ്ടുവന്നിട്ട് അവസാനം ഇത് തിരിച്ച് കൊണ്ടുപോകണമല്ലോ. തിരിച്ച് പിറക്കി വെച്ച അതിൽ ഒരെണ്ണം കുറവുണ്ട്. മൂർഖനാണ്, ഒരു പാമ്പ് കാണാനില്ല. അപ്പോൾ അവൻ ഇപ്പോൾ അതിൻ്റെ പൈസ തരണമെന്ന് പറഞ്ഞു. അപ്പോൾ അവൻ അപ്പോൾ ഇവർ പറഞ്ഞ് പൈസ തരുന്നതല്ല പ്രശ്നം, ആ പാമ്പിനെ കണ്ടുപിടിക്കണം, ഞങ്ങൾക്ക് ഇവിടെ നാളെ വർക്ക് ചെയ്യാനുള്ളതാണ്. അതിനകത്ത് പ്രശ്നം. അതിന് കിട്ടിയിട്ടില്ല. അത് കിട്ടാത്തതിന് കാരണം ഈ രാജവെമ്പാലയാണ് അവിടെ ഉള്ളത്. രാജവെമ്പാലയുടെ പ്രധാന ഭക്ഷണം എന്ന് പറയുന്നത് മുറുക്കൻ പാമ്പാണ്. ആ പാമ്പ് രാജവെമ്പാല അതിനെ പിടിച്ച് വിഴുങ്ങിയിട്ടുണ്ട്. എവിടെയോ കിട്ടി അതിനെ പിടിച്ച് വിഴുങ്ങിയിട്ടുണ്ട്. അവിടെ മുഴുവനുണ്ട് ആ പാമ്പ്. അങ്ങനെ ഒരുപാട് ഭയങ്കര റിസ്ക്കുള്ള സ്ഥലമായിരുന്നു അത്. പുലിമുരുകൻ്റെ അവിടെ ആദ്യം ചെന്നിട്ട്
മേക്കപ്പ് ചെയ്തെന്ന് വെച്ചാൽ എൻ്റെ ഒന്നാമത് കറുപ്പ കാട്ട് ജാതിക്കാർക്ക് പറ്റിയ ശരീരമല്ല, സ്വല്പം വെളുപ്പാണ്. അതുപോലെ തന്നെ മുടി ഇങ്ങനത്തെ മുടിയാവില്ല അവർക്ക് ഒരിക്കലും, ഇത്രയും വെളുപ്പ് വരില്ല. അതൊരുമാതിരി ചെമ്പിച്ച മുടിയും കറുപ്പുമല്ല ചെമ്പിച്ചതുമല്ല വെളുപ്പുമല്ല, അങ്ങനത്തെ ഒരു അവസ്ഥയിലായിരിക്കും. വലിയ ഒരുപാട് പുറത്തൊന്നും വലിയ രോമം കാണില്ല, അങ്ങനെയൊക്കെ ഉള്ള പ്രശ്നങ്ങളുണ്ട്. ശരിക്കും എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു, ഇതെങ്ങനെ മാച്ച് ആവുമോ എന്ന്. ശരിക്കും ആദ്യം എന്നെ കണ്ടപ്പോൾ ഞാൻ ഈ വേഷമാണ് ചെയ്യുന്നതെന്ന് പറയുമ്പോൾ സുരാജ് വെഞ്ഞാറമ്മോട് ചോദിക്കുകയും ചെയ്തു, അതെന്ത് നമ്പൂതിരി മൂപ്പനാണോ എന്ന്. പക്ഷേ ആ മൂപ്പനെ എല്ലാവരും അക്സെപ്റ്റ് ചെയ്തു, അതൊരു വലിയ കാര്യമാണ്. ഞാൻ ഈ മേക്കപ്പൊക്കെ ചെയ്ത് ഇത് കാണുന്ന ഭാഗമൊക്കെ കളറാക്കിയിട്ട് മാറ്റി, പിന്നെ ഈ മുഷിഞ്ഞ വസ്ത്രങ്ങളുമൊക്കെ ആക്കിയിട്ട് മാലയൊക്കെ ഇട്ട് ഒരു വടിയും ഒക്കെ ഊന്നി ഒക്കെ ശരിയായി. അപ്പോൾ ഒരുവിധം കുഴപ്പമില്ലാതായി. ഈ രോമം മാത്രമേ ഉള്ളൂ ഒരു പ്രശ്നം, രോമം ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇത്രയും കാട്ടുജാതിക്കാർക്ക് ഇത്രയും രോമം വരാറില്ല സാധാരണ, ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ ഇവിടുത്തെ എനിക്ക് തോന്നി എൻ്റെ വർത്തമാനം പറയുമ്പോൾ ഇത് ഒരു സാധാരണ ആൾക്കാർ വർത്തമാനം പറയും പോലെ പറഞ്ഞാൽ ഇതൊരു മോശമാവില്ലേ, അത് ഇതുമായിട്ട് മാച്ച് ആവില്ലല്ലോ എന്ന് വെച്ച് ഞാൻ ഡയറക്ടർ വൈശാഖിൻ്റെ അടുത്ത് ചോദിച്ചു, അല്ല ഇതിൽ ഈ മുറുക്കിയിട്ട് സംസാരിക്കട്ടെ, അപ്പോൾ ഒരു വ്യത്യാസം വരുമല്ലോ എന്ന് ചോദിച്ചു. പുള്ളി അത് അങ്ങനെ ചെയ്യുന്നു പറഞ്ഞു. അങ്ങനെ മുറുക്കി. പക്ഷേ അതൊരു ഭാരമായിട്ട് മാറി, കാരണം ഓരോ ഷോട്ടിനും ഞാൻ മുറുക്കേണ്ടി വന്നു. എത്ര ഷോട്ട് പോയിട്ടുണ്ട്, 13 ദിവസമല്ലേ അത് മുഴുവൻ. ഓരോ ഷോട്ടിനും, ഒരു ഷോട്ട് കഴിഞ്ഞാൽ പിന്നെ അത് ആയി കിടക്കില്ല, അത് പോവില്ലേ. പിന്നെ അടുത്ത ഷോട്ടിന് അടുത്ത് മുറുക്കണം, അങ്ങനെ കുറേ മുറുക്കി വയൊക്കെ പുള്ളിയപ്പോഴും. പക്ഷേ അത് മുറുക്കിയപ്പോഴത്തേക്ക് നമ്മൾ ഡയലോഗിൻ്റെ ഒരു സുഖം, അതിൻ്റെ ഒരു ടോൺ മാറി. അല്ലെങ്കിൽ നമ്മൾ പറയും കേട്ടറിവിനേക്കാൾ വലുതാണ് മുരുകൻ എന്ന സത്യം എന്ന് പറയുന്നതിനേക്കാളും നല്ലത് കേട്ടറിവിനേക്കാൾ വലുതാണ് മുരുകൻ എന്ന സത്യം. പുലിയെ കൊല്ലണമെങ്കിൽ അതിൻ്റെ മടയിൽ ചെന്ന് കൊല്ലണം, അതാണ് കാടിൻ്റെ നീതി എന്ന് പറയുമ്പോൾ ഉള്ളൊരു സുഖം ഇതില്ലാതെ പറയുമ്പോൾ കിട്ടില്ല. ഇപ്പം ഇതിനേക്കാളും ശബ്ദത്തിൻ്റെ വ്യത്യാസം വരും, ഈ തുപ്പലും കൂടെ, അതായത് ഈ മുറുക്കാൻ്റെ തുപ്പലും കൂടെ വാക്യത്തുള്ളപ്പോൾ ഇതിൻ്റെ ടോണിന് ഇതിനേക്കാളും വ്യത്യാസം വരും. ജിബൂട്ടി, ഫിജി, ലെബനോൻ, എത്യോപ്യ, അർമേനിയ. സഞ്ചാരം വോളിയം നമ്പർ 17. ഫുൾ HD-യിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ സഞ്ചാരം എന്ന് SMS ചെയ്യൂ. ഫോൺ 9995 444 222. അപ്പോൾ എൻ്റെ സിനിമാ ജീവിതത്തിലെ 2 നാഴികക്കല്ലുകളെന്ന് പറയാവുന്ന സിനിമകളാണ്. ഒന്ന് വിധേയനും, പിന്നെ ഒന്ന് പുലിമുരുകനും. ഒന്ന് ആർട്ട് സിനിമയുടെ അങ്ങേയറ്റത്ത് നിൽക്കുന്നത്, മറ്റേത് കമേഴ്ഷ്യൽ സിനിമയുടെ അങ്ങേയറ്റത്ത് നിൽക്കുന്നത്. അതിനിത് രണ്ടും അഭിനയിക്കാൻ കഴിഞ്ഞത് ഒരു വലിയ ഭാഗ്യമായിട്ടാണ് ഞാൻ കരുതുന്നത്. സാധാരണഗതിയിൽ ഒരു ആർട്ടിസ്റ്റിന് ഇത് രണ്ടും കൂടെ സാധിക്കാൻ ഓരോന്ന് ഏതെങ്കിലും ഒന്ന് ഓക്കെ ആയിരിക്കും, പക്ഷേ രണ്ടും കൂടെ ഇങ്ങനെ അഭിനയിക്കാൻ പറ്റുക എന്നുള്ളത് വലിയ പ്രയാസമുള്ള കാര്യമാണ്. അതിന് അങ്ങനെ ഭാഗ്യം കിട്ടിയ ഒരു നടനാണ് ഞാൻ. പിന്നെ പലരും ചോദിക്കാറുണ്ട്, ഇതുവരെ മലയാള സിനിമ വേണ്ടത്ര ഉപയോഗിക്കാതെ പോയോ, അല്ലെങ്കിൽ മലയാള സിനിമയിൽ വേണ്ടത്ര അവസരങ്ങളില്ലാതെ പോയോ. ഇല്ല, എനിക്കങ്ങനെ ഒരു പരാതിയേ ഇല്ല. നമുക്ക് കിട്ടേണ്ടതൊക്കെ നമുക്ക് കിട്ടേണ്ട. ഞാൻ കന്യാകുമാരി ജില്ലയിലെ ഏതോ ഒരു മൂലയ്ക്ക് ഒതുങ്ങി കൂടേണ്ട ആളായിരുന്നു. അതില്ലാതെ ഇന്ന് ലോകത്ത് എവിടെ പോയാലും ആളുകൾ കണ്ടാൽ മനസ്സിലാക്കുന്ന ഒരാളാകാൻ, തിരിച്ചറിയാൻ കഴിയുന്ന ഒരാളാകാൻ ഒരു ചായ ഇട്ട് തരും, അവരുടെ വീട്ടിൽ ചെന്നാൽ അവരൊരു ചായ ഇട്ട് തരും. അതൊരു വലിയ കാര്യമാണ്. അതുതന്നെയാണ് എൻ്റെ അസറ്റായിട്ട് ഞാൻ കരുതുന്നത്. ഞാൻ അഭിനയിച്ച സീരിയലുകളില്ലേ, എനിക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സീരിയൽ ഉണ്ട്. 2001 ടെലികാസ്റ്റ് ചെയ്ത ജ്വാലയായി എന്ന് പറഞ്ഞൊരു സീരിയലുണ്ട്. ഇന്നൊരു 30 വയസ്സൊക്കെ ഉള്ളവർക്ക് അത് ഓർമ്മ വരും, അത് കണ്ടിട്ടുണ്ടാവും. 30 വയസ്സിന് കൂടുതലുള്ള എല്ലാവരും ആ സീരിയൽ കണ്ടിട്ടുണ്ടാവും, ഉറപ്പാണ്. കാരണം അത് കാണാത്ത ആളുകളില്ല. അതൊരു ജീവിതചര്യയുടെ ഭാഗമാക്കി മാറ്റിയെടുത്ത ആളുകളുണ്ട്. കാരണം അതൊരു 3:30 മണിക്കാണ് അത് ടെലികാസ്റ്റ് ചെയ്തിരുന്നത് ദൂരദർശനിൽ 2001. അത്
ഈ ഓട്ടോറിക്ഷക്കാർ ഉച്ചയ്ക്ക് ഊണ് കഴിക്കാൻ വരുന്ന സമയം 3:30 മണിയാക്കി. 3:30 മണിക്ക് വന്ന് ഈ സീരിയലും കണ്ട് ഊണും കഴിച്ചിട്ട് അവരടുത്ത ഡ്യൂട്ടിക്ക് പോകും, വൈകുന്നേരത്തിന് പോകും. നേരത്തെ വന്നുകൊണ്ടിരുന്നവരൊക്കെ കുറച്ചുകൂടെ താമസിച്ച് വന്നിട്ട് ഇതും കണ്ടിട്ട് പോകാമെന്നുള്ള വീട്ടിലായിരുന്നു. അപ്പോൾ അത്ര ജനത്തിൻ്റെ അതായത് ഒരു സാധാരണ മനുഷ്യൻ്റെ ഭാഗമായിട്ട് മാറിയ ഒരു സീരിയലാണ് ജ്വാലയായി. അതിൻ്റെ പ്രൊഡ്യൂസർ ചില്ലറക്കാരനല്ല, സാക്ഷാൽ മമ്മൂട്ടിയാണ് അതിൻ്റെ പ്രൊഡ്യൂസർ. അപ്പോൾ ഇതിൻ്റെ ആ പൂജയ്ക്ക് ശ്രീനിവാസൻ വന്നിരുന്നു അവിടെ. നമ്മൾ തിരുവനന്തപുരത്തെ ടാഗോർ തിയേറ്ററിൽ വെച്ചായിരുന്നു ഇതിൻ്റെ ഇനൗഗുറേഷൻ, പൂജ നടത്തുന്നത്. അപ്പോൾ ശ്രീനിവാസൻ്റെ സ്വഭാവം പറയാം, ശ്രീനിവാസൻ്റെ വർത്തമാനത്തിലൊരു നർമ്മവും അതിൽ ഭയങ്കര ഒരു കുത്തും വരും. അദ്ദേഹം സിനിമയിൽ അഭിനയിച്ച കാശ് കൊണ്ട് സിനിമ എടുക്കാതെ അദ്ദേഹം സീരിയലാണ് എടുക്കുന്നതെന്ന് പറഞ്ഞു. പക്ഷേ ആ സീരിയൽ നന്നായിരുന്നാൽ മതി എന്നാണ് പുള്ളി പറഞ്ഞത്. മമ്മൂട്ടി അതിനെ തിരിച്ചൊന്നും പറഞ്ഞില്ല. പക്ഷേ ആ സീരിയലിൽ മറ്റേത് സീരിയലിനേക്കാളും നന്നാവുകയേ ചെയ്തുള്ളൂ. അത് 260 എപ്പിസോഡാണ് ആദ്യം സാങ്ഷനാവുന്നത്. ആ സാങ്ഷനായിട്ട് പിന്നെ അത് അടുത്ത വേറെ ഒരു 260 കൂടെ 520 എപ്പിസോഡായിട്ട് അതിൻ്റെ ആദ്യത്തെ ഭാഗം തന്നെ 520 എപ്പിസോഡായിരുന്നു. പിന്നെ അതിൻ്റെ സെക്കൻഡ് പാർട്ടും കൊടുത്തു. അപ്പോൾ 1000 എപ്പിസോഡിലധികം പോയിട്ടുണ്ട്. അത് ജനങ്ങൾ സ്വന്തം കഥയായിട്ട് ഏറ്റെടുത്ത സീരിയലാണ്. അതിൽ 2 കുടുംബങ്ങളുടെ കഥയാണ്. ചേമ്പുള്ളി ഔസേപ്പിൻ്റെയും നീരേറ്റ് കൃഷ്ണപിള്ളയുടെയും കുടുംബത്തിൻ്റെ കഥയാണ്. നീരേറ്റ് കൃഷ്ണപിള്ളയായിട്ട് നെടുമുടി വേണുവും ചേമ്പുള്ളി ഔസേപ്പായിട്ട് ഞാനുമാണ് ചെയ്തത്. അതിൽ തിരുവനന്തപുരത്ത് കേരളത്തിൽ മലയാളത്തിലുള്ള മിക്കവാറും എല്ലാ ആർട്ടിസ്റ്റുകളും, സിനിമയല്ല ടെലിവിഷനിൽ വരുന്ന മിക്കവാറും എല്ലാ ആർട്ടിസ്റ്റുകളും അതിനകത്ത് അഭിനയിച്ചിട്ടുണ്ട്. അത് സാധാരണ മനുഷ്യൻ അവരുടെ ജീവിതമാക്കി എടുത്തിട്ടുണ്ട്. ഞാൻ അവർക്ക് ഇത് അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു പ്രാവശ്യം സണ്ണി ജോസഫിൻ്റെ വേറൊരു ഷോർട്ട് ഫിലിമിന് വേണ്ടി അഭിനയിക്കാൻ ഇവിടെ എറണാകുളത്ത് വന്നു. അപ്പോഴേ ഞാനുമുണ്ട്, അതിൽ നെടുമുടി വേണുമാണ് അതിൽ പ്രധാന വേഷം ചെയ്യുന്നത് ആ ഷോർട്ട് ഫിലിമിൽ, ടെലിവിഷൻ ഫിലിമിൽ. അപ്പോൾ അതിൽ ഞാനുമുണ്ട്. അപ്പോൾ ഞങ്ങളിങ്ങനെ അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോൾ അപ്പോൾ ഒരു സ്ത്രീ അവിടെ വന്നു, എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, സാറേ ഞാനിന്ന് സീരിയൽ കണ്ടിട്ട് വരികയാണ്. ഞാൻ എൻ്റെ ഭർത്താവിൻ്റെ അടുത്ത് കുറേ വഴക്ക് പറഞ്ഞു. അതെന്തിനാ ഭർത്താവിൻ്റെ അടുത്ത് വഴക്ക് പറയുന്നത്? അല്ല സാറേ, ഞാൻ ചോദിച്ചു, ഈ ചേമ്പുള്ളി ഔസേപ്പ് ഭാര്യയെ സ്നേഹിക്കുമ്പോൾ നിങ്ങൾ എന്തെങ്കിലും എന്നെ സ്നേഹിച്ചിട്ടുണ്ടോ എന്ന്. എങ്ങനെയുണ്ട്? അപ്പോൾ സീരിയലിൻ്റെ കഥ സ്വന്തം കഥയാക്കി അവരെടുത്തിരിക്കുകയാണ്, സ്വന്തം ജീവിതത്തിൻ്റെ ഭാഗമാക്കി അവരെടുത്തിരിക്കുകയാണ്. അങ്ങനെ ജീവിതത്തിൽ മലയാളിയുടെ മനസ്സിൻ്റെ ഭാഗമാകാൻ കഴിഞ്ഞ ഒരു സീരിയലാണ് ജ്വാലയായി എന്ന് പറയുന്ന സീരിയൽ. അതിൽ അഭിനയിക്കാൻ കഴിഞ്ഞതിൽ വലിയ ഭാഗ്യമായിട്ട് കരുതുന്നു. അതിൻ്റെ ഒരു മ്യൂസിക് തന്നെ ഇപ്പോഴും എല്ലാവരുടെയും മനസ്സിലുണ്ട്. ജ്വാലയായി എന്ന് കേൾക്കുമ്പോൾ തന്നെ അതിൻ്റെ ഒരു സുഖമുണ്ട്. അതായത് അന്ന് വരെ ആ സ്ലോട്ടിന് വിലയില്ലാതിരുന്ന സ്ലോട്ടാണ്. ജ്വാലയായി വന്നതിന് ശേഷമാണ് ദൂരദർശൻ്റെ ആ സ്ലോട്ടിന്, ഉച്ചയ്ക്കുള്ള സ്ലോട്ടിന് ഏതാണ്ട് 1.5 ലക്ഷം രൂപ വരെ, അരമണിക്കൂറിന് 1.5 ലക്ഷം രൂപ വരെ പോയി ആ സമയത്ത്. ഇപ്പോൾ പോലും അതില്ല. അന്ന് 1.5 ലക്ഷം രൂപ വരെ ഒരു എപ്പിസോഡിന് ഇതുണ്ടായിരുന്നു, പരസ്യം കിട്ടുമായിരുന്നു. ഈ ജ്വാലയായിട്ട് ഡയറക്ടർ വയലാർ മാധവൻകുട്ടി എന്ന് പറയുന്ന ഒരു നല്ല കഴിവുള്ള ഒരു എഴുത്തുകാരനായിരുന്നു, സംവിധായകനുമായിരുന്നു. അദ്ദേഹത്തിന് കഥ എങ്ങനെ ട്വിസ്റ്റ് ചെയ്ത് കൊണ്ടുപോകണം, എങ്ങനെ അതിൻ്റെ അടുത്ത ഒരു മനുഷ്യൻ്റെ മനസ്സിലേക്ക് കയറുന്ന രീതിയിൽ എങ്ങനെ കൊണ്ടുപോകണമെന്ന് നന്നായിട്ട് അറിയാവുന്ന ആളാണ്. അതുപോലെ നന്നായിട്ട് ഡയറക്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു വയലാർ മാധവൻകുട്ടിയുടെ നേരത്തെ ഉള്ള 1-2 ഷോർട്ട് ഫിലിംസിലും ടെലിഫിലിംസിലും ഒക്കെ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. ആ ഒരു പരിചയം വെച്ചാണ് എൻ്റെ അടുത്ത് നേരത്തെ തന്നെ പറഞ്ഞു. പക്ഷേ ആദ്യം എന്നോട് പറഞ്ഞിരുന്നത് ഞാനും രാജൻ പി ദേവാണ് മറ്റേ ക്യാരക്ടർ പറഞ്ഞിരുന്നത്. പിന്നീട് രാജൻ പി ദേവിൻ്റെ മാറിയിട്ട് നെടുമുടി വേണുമായി. പക്ഷെ നെടുമുടി വേണുമായപ്പോൾ കുറച്ച് നന്നായി എന്ന് തന്നെ പറയാം, ഒരു കുഴപ്പമില്ല, അത് വളരെ നന്നായിട്ട് പോയി ആ സീരിയൽ. അത് മലയാളികൾ അന്ന് കണ്ടവർ അവർ മരിക്കുന്നത് വരെ മറക്കില്ല. അത് അത്രയ്ക്ക് ഹൃദയത്തിൽ കയറി പറ്റിയ സീരിയലാണ്. അങ്ങനെയുള്ള കുറേ സീരിയൽ അഭിനയിക്കാൻ പറ്റി. ഞാൻ ശരിക്കും പറഞ്ഞാൽ പ്രൈമറിലി ശരിക്കും പറഞ്ഞാൽ ഞാനൊരു ടെലിവിഷൻ ആക്ടറാണ്.
പിന്നെ വല്ലപ്പോഴും സിനിമ ചെയ്യുമ്പോൾ അത് ചില സിനിമകൾ നന്നായിട്ട് വരുന്നു എന്നുള്ളത് നല്ല കാര്യമാണ്. പക്ഷേ ഇപ്പോഴും ഞാൻ ടെലിവിഷൻ ആക്ടറാണ്, ഇപ്പോഴും ഞാൻ ടെലിവിഷൻ വർക്ക് ചെയ്യുന്നുണ്ട്, സിനിമയും ചെയ്യുന്നുണ്ട്. ഇപ്പോഴേ 2-3 സിനിമകൾ ഇപ്പോൾ ചെയ്യുന്നുണ്ട്. ഒരു ഊടും പാവും എന്ന് പറഞ്ഞൊരു സിനിമ കംപ്ലീറ്റ് ചെയ്തു, ഡബ്ബിങ് തുടങ്ങണം ഇനിയിപ്പം. കിരാത എന്ന് പറയുന്ന സിനിമ ഉടനെ തന്നെ റിലീസാവും. പിന്നെ ഇപ്പോൾ വേറൊരെണ്ണം അഭിനയിച്ചുകൊണ്ടിരിക്കുന്നു, ധനുഷ്കോടിയിലേക്ക് എന്ന് പറഞ്ഞൊരു സിനിമ. ഇതൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ എനിക്ക് ടെലിവിഷൻ ആക്ടർ എന്ന് പറയുന്നതിൽ എനിക്ക് യാതൊരു മടിയുമില്ല, എനിക്ക് സന്തോഷമേ ഉള്ളൂ. എനിക്ക് ഇപ്പോൾ 7 പ്രാവശ്യം സ്റ്റേറ്റ് അവാർഡ് കിട്ടിയിട്ടുണ്ട്. 5 പ്രാവശ്യം ടെലിവിഷനും 2 പ്രാവശ്യം സിനിമയ്ക്കും കിട്ടിയിട്ടുണ്ട്. കേന്ദ്ര ഗവൺമെൻറ് ഓഫീസിൽ ഞാൻ വർക്ക് ചെയ്തിരുന്ന ആളാണ്. എനിക്ക് ഇത്രയും എന്താ ഒരു റിവാർഡ്സ് എനിക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന എൻ്റെ കൊളീഗ്സും എൻ്റെ ഓഫീസേഴ്സും വിചാരിക്കണം. അല്ലെങ്കിൽ എനിക്ക് ഇതിന് ഇത്രയും ഇൻവോൾവ് ആവാൻ പറ്റില്ല. എൻ്റെ ഓഫീസിനെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ഓഫീസേഴ്സ് ആയാലും ശരി, എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നവരായാലും ശരി, അങ്ങേയറ്റം എൻ്റെ കൂടെ എനിക്ക് വേണ്ടി സഹകരിച്ചവരാണ്. ഞാൻ ശരിക്കും ഒരുപാട് ലീവ് എടുക്കേണ്ടി വന്നിട്ടുണ്ട്. അത്ര പറ്റുമല്ലോ, ലീവ് എടുക്കാതെ അഭിനയിക്കാൻ പോകാൻ പറ്റില്ലല്ലോ. പക്ഷെ ഞാൻ ഒരു പ്രാവശ്യം പോലും ലീവ് കൊടുക്കാതെ ഞാൻ പോയിട്ടില്ല. എല്ലാം ഞാൻ ലീവ് എടുത്ത് തന്നെയാണ് പോയി. മുങ്ങുന്ന പ്രശ്നമേ ഇല്ല. ഞാൻ ശമ്പളമില്ലാത്ത അവധി എടുത്തിട്ടുണ്ട്, എത്രയോ അവധി എടുത്തിട്ടുണ്ട്. പിന്നെ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് കൊടുക്കും ചിലപ്പോൾ, പക്ഷെ ശമ്പളമില്ലാത്ത അവധി ഞാൻ എടുത്തിട്ടുണ്ട്. മുഴുവൻ ലീവിലേ പോയിട്ടുള്ളൂ. അപ്പോൾ എനിക്ക് തന്നെ തോന്നി ഒരുപാട് ലീവ് എടുക്കുന്നതുകൊണ്ട് ഞാനൊരു പ്രാവശ്യം എൻ്റെ ഡയറക്ടർ ഓഫീസിലെ ഡയറക്ടർ, പുള്ളി ഒരു ഡയറക്റ്റ് IAS-കാരനാണ്, ചെറുപ്പക്കാരനാണ്, അപ്പോൾ മലയാളിയുമാണ്. അപ്പോൾ ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയി പറഞ്ഞു, സാറേ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ലീവ് എടുക്കുന്നുണ്ട്, അപ്പോൾ വേണമെങ്കിൽ ഞാനൊരു വോളണ്ടറി റെസിഗ്നേഷൻ തരാം, വോളണ്ടറി റിട്ടയർമെൻറ്റിന് ആപ്ലിക്കേഷൻ തരാമെന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളി പറഞ്ഞത് വേണ്ട അതിൻ്റെ ആവശ്യമൊന്നുമില്ല, നിങ്ങൾ ആവശ്യം പോലെ ലീവ് എടുത്തോളൂ, ഒരു കുഴപ്പമില്ല, നിങ്ങളൊക്കെ പിന്നെ ഈ ഓഫീസിലുള്ള ഞങ്ങളുടെ ഒരു നേട്ടമായിട്ടാണ് പുള്ളി പറഞ്ഞ വാചകമാണ്, നേട്ടമായിട്ടാണ് ഞങ്ങൾ കരുതുന്നത്. വേണ്ട, അത് മാത്രവുമല്ല, എൻ്റെ അച്ഛൻ നിങ്ങളുടെ വലിയ ഫാനാണ്, നിങ്ങളെ സീരിയൽ കണ്ടാൽ വയ്ക്കാതെ പോകുന്ന പ്രശ്നമില്ല. അങ്ങനെ ഉള്ളപ്പോൾ ഞാൻ നിങ്ങളെ റെസിഗ്നേഷൻ എഴുതി വാങ്ങിച്ചു എന്ന് പറഞ്ഞ് എൻ്റെ അച്ഛൻ അറിഞ്ഞാൽ എന്നെ വീട്ടിൽ കയറ്റില്ല. അതുകൊണ്ട് നിങ്ങൾ ഇഷ്ടംപോലെ ലീവ് എടുത്ത് ഒരു കുഴപ്പമില്ല. അപ്പോൾ അങ്ങനെ അതുപോലെ തന്നെ എൻ്റെ കൊളീഗ്സും കൂടെ വർക്ക് ചെയ്യുന്നവർ, അഥവാ എനിക്കെന്തെങ്കിലും അത്യാവശ്യമായിട്ട് ഞാൻ ചെയ്യേണ്ട ജോലി ഉണ്ടെങ്കിൽ, ഞാൻ ആ സ്ഥലത്ത് അന്ന് ഇല്ലെങ്കിൽ ലീവായിട്ടും ആണെങ്കിൽ അവർ ആ ജോലി എടുത്ത് ചെയ്ത് വയ്ക്കും. അങ്ങനെ എന്നെ ഒരിക്കലും എൻ്റെ കൊളീഗ്സോ എൻ്റെ ഓഫീസേഴ്സോ കൊണ്ടൊന്ന് കുഴി ചാടിച്ചിട്ടില്ല. അതുകൊണ്ടാണ് എനിക്ക് 38 വർഷവും 2 മാസവും സർവീസ് ഉണ്ടായിരുന്നു. 22-ാമത്തെ വയസ്സിൽ ജോലി കയറി, 60-ാമത്തെ വയസ്സിൽ റിട്ടയർ ചെയ്തു. അങ്ങനെ 38 വർഷവും 2 മാസവും സർവീസോടുകൂടി ഫുൾ സർവീസ് ചെയ്ത് എനിക്ക് ഇറങ്ങാൻ പറ്റി. അത് പറയാതെ പോകുന്നത് ഒരു അപരാധമാണ്, അതുകൊണ്ട് പറഞ്ഞത്.